ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു പോട്ട്ലി ബിരിയാണി തയ്യാറാക്കിയാലോ. അറബിക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബണ്ണിൻ്റെ ഒരു ബേസിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി കിട്ടാറില്ലേ. അപ്പം ആ ഒരു ബേസ് ഉണ്ടാക്കി നമുക്കതിൽ ദം ചെയ്തിട്ട് ബിരിയാണി എടുക്കാം. മസാലയും ഞാൻ ഡിഫറെൻ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പം റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. നമുക്ക് പോട്ട്ലി ബിരിയാണി റെഡിയാക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സവാള നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഒരു 3/4 ടീസ്പൂൺ വീതം. അതേപോലെ പച്ചമുളക് ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. പിന്നെ ഇത് ഒരു കഷ്ണം ജാതിക്കയും ജാതിപത്രിയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ്. ചെറിയ ചെറിയ പീസ് മതി. ജാതിക്കയും ജാതിപത്രിയും ഓരോ ചെറിയ ചെറിയ പീസ് എടുത്താൽ മതി. അതും ഒരു 3-4 ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പ് തൈര് എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ലൈം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഉണ്ട്. അത് കാഷ്യൂ പൗഡർ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില. 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഒരു 10-12 പീസ് ഉണ്ടാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5-6 പച്ചമുളക് ചതച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജാതിക്കയും ജാതിപത്രിയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് തൈര്, ഒരു 3/4 കപ്പോളം തൈര് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ലൈം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ഇത് പേസ്റ്റ് ആയതുകൊണ്ട് വെള്ളവും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ടുള്ളത്. ഇനി ഒരു 3 സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതിൽ കുറച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് അതിനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില അതും ഗാർണിഷിങ്ങിന് കുറച്ച് വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാത്തിനും വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ഉപ്പ്. ഇത് ചേർത്തില്ലെങ്കിൽ എന്ത് ചേർത്ത് കഴിഞ്ഞാലും ആ സാധനം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ. ഇനിയിപ്പം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. ഇതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുമ്പോൾ നല്ല ആ ഒരു സവാളയുടെ ഫ്രൈ ആയതിൻ്റെ ടേസ്റ്റ് നല്ലതുണ്ടാവും. അപ്പം ഇത് ഓയിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലേൻ്റെ എല്ലാം ഒരുവിധം റെഡിയായി. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് 1 മണിക്കൂറിന് 1.5 മണിക്കൂറിന് ശേഷം ചെയ്യാം. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ബിരിയാണിക്ക്. കാഷ്യൂവും ഇതുമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാധാ ബിരിയാണി പോലെയല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് പോട്ട്ലി ബിരിയാണിക്ക് ഇപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ബിരിയാണി വേണമെങ്കിലും അതുപോലെ ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ചതാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യാൻ ഇടാം. വാഷ് ചെയ്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഒരു 2 പട്ട, 2 ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ബേ ലീവ്സും കൂടെ ചേർക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ വേണ്ടി വെക്കാം. ഈ മൈദ കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മൈദയിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മൈദ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ എല്ലാതെയും നമുക്ക് സാധാ മൈദ കുഴച്ചെടുത്തിട്ടും ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഓവനിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇത് ചേർത്ത് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാം. മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. മട്ടൻ ഇതിപ്പം 1.5 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ മട്ടൻ ഇട്ടൊന്ന് ഇതിൽ ഓയിലൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിൽ തൈരിൻ്റെ വെള്ളവും എല്ലാം ഇവിടെ മട്ടനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഒക്കെ ഉണ്ടാവും. എക്സ്ട്രാ അധികം വെള്ളം ഒഴിക്കേണ്ടതില്ല. എന്നാലും ഞാനിത് പാത്രം ഒന്ന് കഴുകിയെടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മട്ടൻ കൂടി ആയത് കാരണം കുറച്ച് വേവുണ്ടാവും. ചിക്കൻ ആണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം മസാല നല്ല എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 1/4 കപ്പ് സവാള പൊരിച്ച ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് നല്ലവണ്ണം ഒരുവിധം മസാല ഗ്രേവി വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഡ്രൈ ആയിക്കോട്ടെ. നമുക്ക് എന്നിട്ട് ഇതിനെ ദം ചെയ്തെടുക്കാം. ബേ ലീവ്സും പട്ടയും ഗ്രാമ്പ് ഏലക്കയൊക്കെ ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്ത റൈസാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമം ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ എടുത്ത് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും 1/2 ടീസ്പൂൺ കേര വാട്ടറും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കേര വാട്ടറും റോസ് വാട്ടറും കൂടി പോകരുത്. അധികം കൂടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല. കേര വാട്ടറിനൊക്കെ ഭയങ്കര ഒരു കുത്തലാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇത് ദം ചെയ്യാനുള്ള പോട്ട് ഉണ്ടാക്കാനുള്ള മൈദ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവാണ്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി വെച്ചിട്ട് ഉള്ളിലാണ് വെക്കുന്നത്. അപ്പം ഇതിനേക്കാളും വലിയ ഇതിൽ മേലെ കവർ ചെയ്യാൻ പാകത്തിൽ വേണം ഇതിനെ പരത്തിയെടുക്കാൻ. ഈ ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പരത്തിയ ഇനി ഇത് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബൗളിലേക്ക് ഈ പരത്തി വെച്ച വലിയ ചപ്പാത്തിനെ അങ്ങോട്ട് മാവ് അങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് മല്ലി, പുതിന, കുറച്ച് പൊരിച്ച സവാള, പിന്നെ ഇതിലേക്ക് കുറച്ച് പകുതിയോളം റൈസ് തട്ടി കൊടുക്കാം. കുറച്ച് കുങ്കുമത്തിൻ്റെ മെൽറ്റ് ചെയ്തതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് മല്ലിയില, ഇനി ഇതിൻ്റെ മേലെ ഈ മസാല ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലയിൽ ബാക്കിയുള്ള കുങ്കുമം കൂടെ ഒഴിച്ചു കൊടുക്കാം. സ്പൂണും കൂടെ റോസ് വാട്ടറും കൂടെ സ്പ്രെഡ് ചെയ്യാം. പണ്ടൊക്കെ തലശ്ശേരി ബിരിയാണിയിലും റോസ് വാട്ടർ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴാണ് അത് ഒഴിവാക്കിയത്. ഇനി ഇതിൻ്റെ മേലയിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സവാളയും മല്ലിയില, പുതിനയില, അങ്ങനെ ഒരു 3-4 കാഷ്യൂ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ച് കൊടുക്കാം. ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഗീയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം 2 ടീസ്പൂൺ ആ ഓയിലും ഒരു 1.5 ടീസ്പൂൺ ഗീയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ബോയിൽ ചെയ്ത എഗ്ഗ് 4 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഇനി ഇതിനെ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. പിന്നെ ഒരു പോട്ടാക്കി വെക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു എഗ്ഗ് യോക്ക് എടുത്ത് ഒന്ന് ബ്രഷ് ചെയ്യണം. ഇതിൻ്റെ മേലെ നല്ല ബ്രൗൺ കളറിലൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ എഗ്ഗ് യോക്കൊന്നും വേണ്ടയില്ല. നമുക്ക് സാധാ മൈദ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ വെളിങ്ങനെ പരത്തി അതേപോലെ കുഴച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് യോക്ക് തന്നെ എടുക്കുന്നത്. അതുപോലെ വെച്ചിട്ട് ഇതുപോലുള്ള കുഴിയുള്ള പോട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഴിയുള്ള പോട്ടിൽ വെളിങ്ങനെ വെച്ച് റൈസ് വെച്ചിട്ട് ഇതങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ അതൊന്ന് തിരിച്ചിട്ട് വേറൊരു കല്ലിലേക്കോ മറ്റോ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ വെച്ച് ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോട്ട്ലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റി നോക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാൻ. അപ്പോൾ ഇതൊന്ന് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പോട്ട് തന്നെ ആയത് കാരണം സൈഡ് ഒന്ന് കളർ ചേഞ്ച് ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയി. സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ മുമ്പ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ബൗളിലായിരുന്നു ചെയ്തത്. അപ്പം അത് കാരണം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ ബൗളും നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് പൊട്ടിപ്പോയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ബൗൾ നോക്കിയിട്ട് കംഫർട്ടുള്ള ഒരു ബൗൾ നോക്കി എടുത്താൽ മതി. അപ്പം നിങ്ങൾക്കും ഗസ്റ്റൊക്കെ വരുമ്പം ഇതുപോലെ ഷൈൻ ചെയ്തിട്ട് ഈ ഒരു പോട്ട് കൊണ്ടുവച്ച് അതിൽ നിന്ന് കട്ട് ചെയ്ത് ബിരിയാണിയൊക്കെ എടുത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്